ദൈവസ്ഥനെ കടന്നു വന്ന എല്ലാ ദൈവജനത്തെയും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ദൈവമക്കള് വളരെ ശക്തമായി പ്രാർത്ഥനയോടുകൂടി ആയിരുന്നാട്ടെ. അല്പസമയത്തെ ചിന്തയ്ക്കായി വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 13-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. 2 Corinthians chapter 13 verse 5. നിങ്ങൾ വിശ്വാസത്തിൽ നിങ്ങളെ തന്നെ ചോദന ചെയ്യുവിൻ. ഇല്ലെങ്കിൽ ഈ പരീക്ഷ നിങ്ങൾ തോറ്റിരിക്കുന്നു. ക്രിസ്തു യേശു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ഇവിടെ വായിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം 2 കൊരിന്ത്യർ 13-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നിട്ട് എടുത്ത് വായിച്ച വാക്യമാണ്. ഇന്നലെയും മെനിഞ്ഞാന്ന് വാക്കി വെച്ചത് ഇന്നലെ തൊടാൻ പറ്റിയില്ല. ഇന്നലെ പറഞ്ഞു മെനിഞ്ഞാന്നത്തെ വാക്കി ഇന്നാകട്ടെ എന്ന്. ദൈവഹിതം നടക്കട്ടെ, അതിനായി സമ്പൂർണമായി ഏൽപ്പിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മളോട് ചോദിക്കേണ്ടത്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിപ്പീൻ. ദൈവവചനം കൈകളിലെടുത്ത് ഉയർത്തിപ്പിടിക്കാം. ഇങ്ങനെ പറയാം, തിരുവചന സത്യങ്ങൾക്കായി സ്തോത്രം, വചനത്തിന്റെ മർമ്മങ്ങൾ വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം, കൃപയാൽ നിറയ്ക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾ ഇന്ന് രാത്രികാലം വെളിപ്പെടും. വിശ്വാസത്തിന്റെ നായകനായി യേശു ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ഒന്ന് പരീക്ഷിപ്പീ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചോദിക്കുകയാണ്, നിങ്ങൾ വിശ്വാസത്തിൽ തന്നെയാണോ ഇരിക്കുന്നത്? അപ്പോസ്തലനായ പൗലോസിൽ കൂടി വളരെ ശക്തമായി കൊരിന്ത്യരോട് വിളിച്ചു പറയുകയാണ്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ ഇല്ലയോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ. വിശ്വാസത്തിൽ ഇരിക്കുന്നുവെങ്കിൽ വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ ആമേൻ നിങ്ങളിൽ കൂടി വെളിപ്പെട്ടുകൊണ്ടേയിരിക്കണം. വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ, വിശ്വാസത്തിന്റെ പരിവർത്തനം, വിശ്വാസത്തിന്റെ പൂർണ്ണത, വിശ്വാസത്തിന്റെ പ്രത്യാശ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കണം. അത് നമ്മളിൽ കൂടി അനേകർ കാണണം. അതിനായി ദിവസങ്ങളിൽ നമ്മളെ തന്നെ ഒന്ന് ഒരുക്കി ആമേൻ ഒരുങ്ങിയിരിക്കുവാൻ കഴിയുമെങ്കിൽ പുതിയ ആണ്ടിൽ പുതിയവ ചെയ്യുന്ന കർത്താവിന്റെ വലിയ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി വരും. ഇന്നലെ വരെ സംഭവിച്ചതുപോലെയല്ല, ഇന്ന് വരെ സംഭവിച്ചതുപോലെയല്ല. നാളെ മുതൽ പുതിയത് ചെയ്യുവാൻ കഴിവുള്ള കർത്താവിന്റെ അമിത ബലവും അമിത ശക്തിയും നമ്മുടെ ജീവിതത്തിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കും. കർത്താവ് പറഞ്ഞു, നിങ്ങൾ വിശ്വസിച്ച് ഈ മലയോട് മാറി കടലിൽ പോകാൻ പറഞ്ഞാൽ അത് സംഭവിക്കും. വിശ്വാസത്തോടുകൂടി നമ്മുടെ ജീവിതത്തിൽ ശൂന്യമായി കിടക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ അവന്റെ പ്രത്യക്ഷതയിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം നമ്മളെ മാനിക്കേണ്ടതിനായി അവന്റെ അത്ഭുതകരമായ വിടുതലിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ആ വിശ്വാസത്തെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. യേശു ക്രിസ്തു മുഖാന്തരമുള്ള വിശ്വാസം നമുക്കുണ്ട്. നമ്മളെല്ലാവരും വിശ്വസിച്ചവരാ, രക്ഷിക്കപ്പെട്ടവരാ, സ്നാനപ്പെട്ടവരാ, ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നവരാ. എന്നാൽ ദൈവിക പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ, പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവജനമേ, നമ്മൾ വിശ്വാസത്തിൽ തന്നെയാണോ ഇരിക്കുന്നത്? നമ്മുടെ ചിന്തകളും ചിന്താഗതികളും ലോക മനുഷ്യരെ പോലെ ചഞ്ചലപ്പെട്ടു നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, സ്ഥിരമായി ദൈവസന്നിധിയിൽ വിശ്വാസത്തിന്റെ സ്ഥിരതയോടുകൂടി ഉറച്ചു നിൽക്കുന്ന ദൈവഭക്തന്റെ മേൽ വിശ്വാസത്തിന്റെ പൂർണ്ണത വ്യാപരിച്ചുകൊണ്ടേയിരിക്കും.
വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവ് പറയുന്നു, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവേ. നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല, സ്തോത്രം, നിങ്ങൾ നല്ലവർ തന്നെയാ. പക്ഷെ നിങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. നല്ല വിത്തായി കർത്താവ് നട്ടിരിക്കുന്നതിനിടയിൽ കൃഷിക്കാരൻ പോലും അറിയാതെ കളക്കിളുത്ത് വരുവാൻ ചാൻസ് ഉണ്ട്. ആ വിശ്വാസം, എന്റെ വിശ്വാസ ജീവിതത്തിനെതിരായി അവിശ്വാസമായി നിൽക്കുന്ന എന്തെങ്കിലും പടികയുണ്ട് എങ്കിൽ, എന്തെങ്കിലും വഴികളുണ്ട് എങ്കിൽ അതിനെയെല്ലാം അന്ധകാരന്റെ വഴികളെ അടച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ വഴിയെ ഇന്ന് രാത്രികാലം നമുക്കൊന്ന് തുറന്നിടാം. പരിശുദ്ധാത്മാവ് ആ വഴിയെ നമ്മളെ കരം പിടിച്ച് നടത്തട്ടെ. വിശ്വാസത്തിന്റെ പരിവർത്തനമാ ദൈവ മക്കളുടെ ഏറ്റവും വലിയ അത്ഭുതം. സ്തോത്രം. വിശ്വസിക്കുന്നവന്റെ മേൽ ദൈവ പ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കും. ആർ വിശ്വസിച്ചാലും അവരുടെ ജീവിതത്തിൽ ദൈവ പ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കും. അവർ വിശ്വാസത്തിൽ തന്നെയാണോ ആയിരിക്കുന്നത്? നമ്മുടെ കടം മാറുമെന്നുള്ള വിശ്വാസം നമുക്കുണ്ടോ? നമ്മുടെ രോഗം മാറുമെന്നുള്ള വിശ്വാസമുണ്ടോ? നമ്മുടെ ശൂന്യകൾ നികത്തി തരുമെന്ന വിശ്വാസമുണ്ടോ? ആ വിശ്വാസത്തിന്മേൽ പ്രവർത്തിപ്പാൻ കഴിവുള്ള ആമേൻ ദൈവത്തിന്റെ പ്രവൃത്തി അനുഭവിച്ചറിഞ്ഞ പൗലോസ് ശക്തമായി വിളിച്ചു പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ശക്തി പ്രാപിപ്പി. എനിക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. എന്നെ പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ദുഷ്ടാത്മസേനയുണ്ട്. എനിക്കെതിരായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ അന്ധകാര ശക്തികളുണ്ട്. അതിന്റെ തലയെ തകർത്ത് കളയുവാൻ തക്കവണ്ണം ഇന്ന് രാത്രികാലം വിശ്വാസമുള്ള വിശ്വാസ വീരന്മാരിവിടെ ഉണ്ട് എങ്കിൽ അവരുടെ സ്തുതി എന്റെ ദൈവത്തിന് വേണ്ടിയത്. അവരുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി ഇറങ്ങി വരാൻ പോകുക. ഇന്നലെ വരെ സംഭവിച്ചതുപോലെയല്ല, ഈ ആണ്ടിന്റെ ഇതുവരെ സംഭവിച്ചതുപോലെയല്ല. ആത്മാവിന്റെ പരിവർത്തനവും വിശ്വാസവും കൂടി ഉറയ്ക്കുമ്പോൾ ആർക്കും പിടിച്ചു കെട്ടാൻ കഴിയാത്ത അത്ഭുതത്തിന്റെ ശക്തി, ഓ അത്ഭുതത്തിന്റെ ഉറവ നമ്മളിൽ നിന്ന് പൊട്ടി ഒഴുകാൻ പോവുകയാണ്. പുതിയതൊന്ന് ചെയ്യുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. പഴയത് കഴിഞ്ഞുപോയി. വിശ്വാസത്തിൽ ഇരിക്കുന്നവര്, ഉറച്ചിരിക്കുന്നവര്, പൂർണ്ണതയിൽ ഇരിക്കുന്നവര്, ആമേൻ ഹല്ലേലൂയ, പുതിയ ഒരു പന്താവിലേക്ക് ദൈവം നടത്താൻ പോകുകയാണ്. ഒരു വർഷം കൂടി കഴിയുമ്പോൾ ഒരു വയസ്സ് കൂടി കൂടുകയാണ്. അതുപോലെ ആത്മീയ ജീവിതത്തിൽ ഒരു പടി കൂടി എന്റെ ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുക. അവൻ ഉയർത്താൻ പോകുക. വിശ്വസിക്കുന്നവരുണ്ട് എങ്കിൽ അവർ വിശ്വാസത്തിൽ ഒന്ന് ഉറപ്പിച്ചോട്ടെ. അവരെ തന്നെ ഒന്ന് ഉറപ്പിച്ചോട്ടെ. ആമേൻ. അവരുടെ മേൽ ദൈവത്തിന്റെ പരിവർത്തനം ഇന്ന് രാത്രികാലം വെളിപ്പെടാൻ പോകുക. ദൈവകൃപയ്ക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഓ ശൂന്യതകൾ നികർന്നു വരട്ടെ, ശൂന്യതകൾ നികർന്നു വരട്ടെ. യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ട്. യേശുക്രിസ്തുവിന്റെ ശക്തി നിങ്ങളിൽ ഉണ്ട്. ആ ശക്തിയുടെ വിശ്വാസം നിങ്ങളിലൊന്ന് വെളിപ്പെട്ട് വരട്ടെ. ജയമെടുക്കുന്നു നസേന യേശുവിന്റെ ആമേൻ. രക്ഷത്താൽ എന്ന് രാത്രികാലം ജയമെടുക്കുന്നു. ആമേ സാത്താന്യ പോരുകളുടെ ആമേ പോരിന്റെ ആയുധങ്ങൾ യേശുവിന്റെ നാമത്തിൽ തകർത്തുടയ്ക്കുന്നു. ഘടക
അന്തരൽ കടകരവതര ശമ്പര കടക. ഓ ദൈവ പ്രവർത്തിക്കെതിരാ, ദൈവിക വിടുതലിനെതിരാ, ഓ ദൈവിക സമാധാനത്തിനെതിരാ, ദൈവിക സന്തോഷത്തിനെതിരാ, ഓ കടന്നു വന്നിരിക്കുന്ന വെല്ലുവിളികൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്ന രാത്രികാലം നീങ്ങിപ്പോകട്ടെ. അന്തര വീരൽ കടകരവതര ശമ്പരെ ഉത്താരീരിപ്പൽ കടകരവതര ശമ്പര. ഓ കൃപ 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 ലഭിച്ചവരുടെ ജീവിതത്തില്, കൃപ ലഭിച്ചവരുടെ ജീവിതത്തില് ഓ വിശ്വാസത്തിന്റെ ഉറപ്പ് ധൈര്യവും എന്ന് രാത്രികാലം അത് വ്യാപരിക്കട്ടെ. ഓ അഭിഷേകത്തിന്റെ ഒഴുക്ക് ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത മേഖലയിൽ കൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നദി ഒഴുകിക്കൊണ്ടിരിക്കുക. ശമ്പര അന്തൽ കടകരവദന ക്ഷാരാധീരൽ കടക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആമേൻ. ദൈവ കൃപയുടെ ശക്തി വെളിപ്പെടട്ടെ. നമുക്ക് വായിക്കാം എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. 4:15. നമുക്ക് മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയാത്ത നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല, അവൻ പാപമൊഴികെ അവനൊന്നും അവിടെ ഇല്ല. സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളൂ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. വിശ്വാസത്തിൽ തന്നെയാണോ? വിശ്വാസത്തിൽ തന്നെ ആയിരിക്കുന്നു. നമ്മുടെ വാക്തത്വങ്ങളുടെ വിശ്വാസത്തിന്റെ മേല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ചോദിക്കുക, നിന്റെ ജീവിതത്തിൽ മേൽ ദൈവം തന്നിരിക്കുന്ന കൺകുളിർകെ തന്നിട്ടുള്ള ദർശനങ്ങളുണ്ട്, ചെവികുളിർകെ കേൾപ്പിച്ചിട്ടുള്ള ആമേൻ പ്രവചനങ്ങളുണ്ട്. ഒരിക്കൽ കടകരവതര കണ്ണിൻ മുമ്പിൽ ഒന്നുപോലെ കാണിച്ച വിഷയങ്ങളുണ്ട്. അത് നടപ്പാക്കാൻ നീ വിശ്വസ്തനായി വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? അത് നിന്റെ ജീവിതത്തിൽ നടക്കുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഇതിന് തടസ്സമായി എന്തെങ്കിലും പാപത്തിന്റെയോ ബലഹീനമായ എന്തെങ്കിലും ശേഷിപ്പ് നമ്മുടെ ശരീരത്തിൽ അവശേഷിക്കുന്നുവെങ്കിൽ എന്ന് രാത്രികാലം ഈ മൺകൂടാരത്തിൽ നിന്നും യേശു ക്രിസ്തു എന്ന ശ്രേഷ്ഠ മഹാപുരോഹിതന്റെ രക്തത്താ ആമേ കഴുകി ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് അവന്റെ കൃപാസനത്തോളം കടന്നു ചെല്ലുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തികളോട് വ്യക്തികളായി പറയുകയാണ്. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. എന്ത് തന്നെ ബലഹീനതയാണെങ്കിലും വിശ്വാസം അല്പമേ ഉള്ളൂ എങ്കിലും പൂർണ്ണമായിരുന്ന നിന്റെ വിശ്വാസം എല്ലാവരും കൂടി ഞെരുക്കി അത് അല്പത്തിലേ ബാക്കിയുള്ളൂ എങ്കിലും ഉള്ളതിൽ ഉറച്ചു നിൽക്കുന്നവന്റെ മേൽ സഹതാപം കാണിച്ച മനസ്സലിഞ്ഞ് നീക്കപോക്കലെന്ന് വിടുവിക്കുന്ന പരിശുദ്ധനായ ദൈവത്തിന്റെ പരിവർത്തനത്തിന്റെ ശക്തി ഈ ഹോളിനകത്ത് വ്യാപരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ നമുക്കുള്ള ശ്രേഷ്ഠ മഹാപുരോഹിതൻ ഒരു പ്രത്യേകതയുണ്ട്.
അവന്റെ സൗരഭ്യ വാസന നമ്മുടെ മേലൊന്ന് വന്നു കഴിഞ്ഞാൽ ഇന്ന് വരെ നമ്മൾ നോക്കാത്തവരൊന്ന് നോക്കും. ഇന്നലെ വരെ നമ്മളെ കണ്ട് പുച്ഛിച്ചവര് നോക്കും. ഇന്നലെ വരെ നമ്മളെ വലിച്ചെറിഞ്ഞവർ നമ്മളെ തേടി വരും. എന്തുകൊണ്ടെന്നാൽ ഈ ശ്രേഷ്ഠ മഹാപുരോഹിതന് ഒരു പ്രത്യേകതയുണ്ട്. ഒരു കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ തന്റെ ജനത്തെ ആകർഷിച്ച അവന്റെ ചിറകിന്റെ മറവിൽ പരിപാലിപ്പാൻ ഈ ശ്രേഷ്ഠ മഹാപുരോഹിതൻ നീട്ടിയ ചിറകുമായി ദൈവ പൈതലെ നമ്മുടെ കൂടെ ഇരിക്കുക. വിശ്വസിക്കുന്നവർ എന്റെ കർത്താവിനെ മഹത്വം കരേറ്റിയാക്കാം. നമ്മുടെ ബലഹീനതകളിൽ സഹതാപൻ കാണിക്കാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത്. നമ്മുടെ ഇടയിൽ സാധാരണക്കാരനായി നമ്മളിൽ ഒരുവനായി നമ്മുടെ കൂടെ നടന്നു. ഇന്നലെ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് പറഞ്ഞു, പിശാചിനാൽ പരീക്ഷിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തി നിവർത്തിക്കേണ്ടതിനായി പിശാചിന്റെ പരീക്ഷകളെ തകർത്തെറിഞ്ഞുകൊണ്ട് ജയം പ്രാപിച്ചതുപോലെ ദൈവജനമേ, നമ്മൾ ഇരിക്കുന്ന ഏതവസ്ഥയാണെങ്കിലും ആ അവസ്ഥ വിട്ട് എഴുന്നേൽക്കേണ്ട സമയം വന്നിരിക്കുക. നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമ്മളെ വിളിച്ചിരിക്കുന്നത് ആരുടെ മുമ്പിൽ തല കുലിക്കുവാനല്ല, ആരുടെ മുമ്പിൽ തല കുലിക്കുവാനല്ല, ആരുടെ മുമ്പിൽ മുട്ടുകൊത്തുവാനല്ല. ഓ, ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളില് യേശു എന്നൊരു നാമം മാത്രമേ തന്നിട്ടുള്ളൂ. സ്വർലോകരും ഭൂലോകരും ഒരുപോലെ വാഴ്ത്തി പാടുന്നതിന്റെ സർവശക്തനായ യേശുവിന്റെ മഹാനാമത്തെ വിളിച്ചുകൊണ്ട് എന്ന് രാത്രികാലം അപേക്ഷിക്കുന്ന ദൈവ പൈതങ്ങളെ, ആ ശ്രേഷ്ഠ മഹാപുരോഹിതന്റെ പരിവർത്തനം വ്യാപരിക്കാൻ പോകുകയാണ്. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു അനുഭവം, എത്രവർ ആഗ്രഹിക്കുന്നു, ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു അനുഭവം, ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു തേജസ്, ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു പ്രകാശം, ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു സമാധാനം, ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു സന്തോഷം, ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ആത്മാവിന്റെ തൃപ്തി, ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ആത്മാവിന്റെ പരിവർത്തനം, ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ആത്മാവിന്റെ കൃപാവരങ്ങൾ അനുഭവിപ്പാൻ തക്കവണ്ണം ദൈവമേ ഞാൻ വിശ്വസിക്കുന്നുവെന്ന് എത്ര പറയുന്ന രാത്രികാലം വിശ്വസിക്കുന്നു? ആരും കരങ്ങളൊന്നും ഉയർത്തണ്ട. ഹൃദയത്തിന്റെ ഉള്ളിൽ ഉറപ്പിക്കുന്നവരുടെ മേല് ദൈവത്തിന്റെ പ്രകാശം ഇറങ്ങി വരാൻ പോകുക. വജ്രം പ്രകാശിക്കുന്നത് പോലെ, വജ്രം പ്രകാശിക്കുന്നത് പോലെ ആമേൻ ചില വ്യക്തി ജീവിതങ്ങൾ അവരുടെ ദേശത്തിന് മേലെ ജാതികളുടെ ഇടയിൽ പ്രകാശിക്കാൻ പോകുന്നുവെന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി കാണിച്ചത് ഉദറിയിക്കുകയാണ്. അനേകർ നിന്നെ ഇരുട്ടത്ത് വയ്ക്കാൻ നോക്കിയാൽ, അനേകർ നിന്നെ പെട്ടിക്കകത്ത് വെച്ച് അടച്ചു വെച്ച് റൂട്ടി വെക്കാൻ നോക്കിയാൽ, ഓ എന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനം നിന്റെ മേൽ ഇറങ്ങി വന്നിട്ട് നിന്റെ വിശ്വാസം മാനിച്ചുകൊണ്ട്, നിന്റെ വിശ്വാസവും ആശയം മാനിച്ചുകൊണ്ട് നിന്റെ മേൽ തേജസ് ഇറങ്ങി വരാൻ പോകുക. നിന്റെ നിന്ന് കിരണങ്ങൾ വ്യാപരിക്കാൻ പോകുക. യക്ഷനാമത്തിൽ ജയമടക്കാൻ അത്തര വീരാരിക്കര ബൗഡൽ കടകര മദന അന്തേ റിക്കേ റിപ്പരേ ബൗഡേ റിക്ക ചന്ദനാരക ബൗഡ അന്തര വീരാരിക്കര കടകര മദന. ഓ രക്തം ജയം, രക്തം ജയം, രക്തം ജയം, രക്തം ജയം, രക്തം ജയം, രക്തം ജയം, യക്ഷവന്റെ രക്തത എന്ന് രാത്രികാലം ജയമടക്കുക. ഘടകര മദന ഒന്നിനും കഴിയത്തില്ല, ഒന്നിനും കഴിയത്തില്ല എന്ന് അനേകർ പറഞ്ഞിരിക്കുന്ന
ഘടകക്ഷാര. ദൈവത്തിന്റെ ആത്മാവ് കാണിക്കുന്നത് റങ്ക് പെട്ടി ഉണ്ടല്ലോ, പഴയ ഇരുമ്പ് പെട്ടി, അതിനകത്ത് വെച്ച് പൂട്ടി വയ്ക്കുന്നത് പോലെ ചിലരെ വെച്ച് പൂട്ടി വയ്ക്കുവാൻ ദുഷ്ട പിശാച് പദ്ധതിയിട്ടാലും ദുഷ്ടന്റെ പൂട്ടുകളെ പൊട്ടിച്ചുകൊണ്ട് പുറത്തു വരുവാൻ തക്കവണ്ണം എന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ആധിക്യം നിന്റെ മേൽ ഇറങ്ങി വന്ന് ശോഭിക്കുന്ന ദിവസങ്ങളാ വരുന്ന ആണ്ടിൽ വരാൻ പോകുന്നതെന്ന് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ദൂതറിയിക്കുകയാണ്. അനേകർ നിന്നെ കൊള്ളരുതാത്തവനെന്ന്, ദുഷിച്ചവനെന്ന്, വഴികളും ഒന്നുമില്ലാത്തവനെന്ന് എഴുതി തള്ളിയിട്ടിരിക്കുമ്പോൾ ശ്രേഷ്ഠവും മാന്യമായ മൂലക്കല്ല ഇതിനെ തെരഞ്ഞെടുക്കുന്ന ദിവസം വരുന്ന ആണ്ടിന്റെ ആരംഭം മുതൽ തുടങ്ങാൻ പോകുന്നുവെന്ന് ദൈവത്തിന്റെ ആത്മാവ് വിരലിൽ എണ്ണാൻ കഴിയുന്ന ചില വ്യക്തികളോട് എന്ന് രാത്രികാലം ശക്തമായി ദൂതറിയിക്കുകയാണ്. ഏറ്റെടുക്കുന്നവർ എന്റെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഘടകക്ഷാര. ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നാലുണ്ടല്ലോ ഉറക്കത്തുനിന്നാണെങ്കിലും ഞെട്ടി ഉണരും. ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കുമ്പോൾ കാരാഗ്രഹമാണെങ്കിലും തുറക്കപ്പെടും, അടിസ്ഥാനങ്ങളെല്ലാം ഒന്ന് ഇളകും. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ഉള്ളിൽ വന്നിരിക്കുമ്പോൾ സിംഹങ്ങൾ നിന്നോടുകൂടി തുള്ളിച്ചാടി നൃത്തം ചെയ്യും. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഇറങ്ങി വരുമ്പോൾ തീച്ചൂളയിലാണെങ്കിലും ഒരു രോമം പോലും കരിഞ്ഞു പോകുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഇതുപോലെ ചില അനുഭവങ്ങളുടെ മേൽ ദൈവം നടത്താൻ പോകുകയാണ്. ചില നിന്ദതകൾ, കഷ്ടങ്ങൾ വരുമ്പോൾ ഭയപ്പെട്ടു പോകരുത്. ഒരു രോമം പോലും നഷ്ടമാകുവാൻ എന്റെ ദൈവം അനുവദിച്ചിട്ടില്ല. ഭയം നമുക്കുള്ളതല്ല, ഭയം പിശാചിനുള്ളതാ. ഭയപ്പെട്ടു പോകരുത്. ഉറച്ചു നിന്നാട്ടെ. തീ ചൂളയിലാണെങ്കിൽ അവിടെ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവമുണ്ട്. തീയുടെ നാളങ്ങൾ നിന്നെ തൊടുവാൻ അവൻ വിട്ടുകൊടുക്കത്തില്ല എന്ന് ദൂതറിയിക്കുകയാണ്. നമുക്ക് വായിക്കാൻ 2 കൊരിന്തി 5-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം. 2 കൊരിന്തി chapter 5 verse 21. പാപം അറിയാത്തവനെ നാം അവൻ ദൈവത്തിന്റെ നീതി ആകേണ്ടതിനെ അവൻ നമുക്ക് വേണ്ടി പാപം അറിയാത്തവന് നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. ഇതിൽ കൂടുതൽ എന്താ നമ്മുടെ കർത്താവ് നമുക്ക് ചെയ്തു തരേണ്ടത്? എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. Hebrew chapter 3 verse 1. വീണ്ടും ഞങ്ങൾ വിശുദ്ധ സഹോദരന്മാരെ സ്വകാര്യക്കാരായുള്ളവരെ നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതന്മാരെ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, വെറും സഹോദരന്മാരല്ല, ആണോ? അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സഹോദരന്മാരല്ല, വിശുദ്ധ സഹോദരന്മാരാ. ഏതുകൊണ്ട്? നീ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നു. ക്രിസ്തുവാകുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതനിൽ നിന്റെ നോട്ടമായിരിക്കുന്നു. നീ വിശുദ്ധ സഹോദരനാ. സ്വർഗീയ വിളിക്ക് യോഗ്യക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവേ. യേശു ക്രിസ്തുവിനെ മാത്രം ഈ ദിവസങ്ങൾ നമുക്കൊന്ന് നോക്കാം. ശ്രദ്ധിച്ചു നോക്കാനാ പറഞ്ഞത്, വെറുതെ നോക്കാനല്ല പറഞ്ഞത്. ദേ അവിടെ ശ്രദ്ധിച്ചു നോക്കെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ?
ശ്രദ്ധിച്ചു നോക്കുമ്പോൾ എളുപ്പം നോക്കിയാൽ കാണാൻ കഴിയാത്ത ചിലത് കാണും. എളുപ്പം അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ നോക്കി അങ്ങ് പോകത്തേ ഉള്ളൂ. ശ്രദ്ധിച്ചു നോക്കിയാൽ നോക്കുന്നിടത്തുനിന്ന് ചിലത് നമ്മളോട് സംസാരിക്കാനുണ്ടാവും. ശ്രദ്ധിച്ചു നോക്കിയാൽ ഇന്ന് വരെ കാണാത്ത ചിലത് കാണുവാൻ കഴിയും. അപ്പോസ്തലൻ വിളിച്ചു പറയുന്നു, കർത്താവിങ്കലേക്ക് നീ ഒന്ന് നിന്റെ ശ്രദ്ധയൊന്ന് കേന്ദ്രീകരിച്ചുകൊണ്ട് എന്റെ അരുമനാഥനായ കർത്താവായ യേശുവിനെ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഈ 2012 വരെ സ്വന്തം വഴിയിൽ ഓടി നടന്നു നോക്കി. 2013 സ്വർഗത്തിലെ ദൈവം ദാനമായി തരാൻ പോകുക. ആരംഭം മുതൽ കർത്താവിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കാം. ആരംഭം മുതൽ നമ്മുടെ കർത്താവിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ആരംഭം മുതൽ അവസാനം വരെയും നമ്മളെ കൈവിടാതെ പരിപാലിക്കുന്ന യഹോവയുടെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ഇറങ്ങി വരട്ടെ. ആരംഭവും അവസാനവുമായവനാ പറയുന്നത്. ഞാൻ ആദിയും അന്ത്യനുമാ. ആദിയും അന്ത്യവനുമായവൻ പറയുക, നിന്റെ നോട്ടം എന്നിൽ തന്നെ ഒന്നാകട്ടെ. ശ്രേഷ്ഠ മഹാപുരോഹിതനിൽ തന്നെ ആകട്ടെ. കർത്താവ് യേശു ക്രിസ്തുവിൽ തന്നെ ആകട്ടെ. ക്രിസ്തേശുവിലുള്ള പരമലാക്കിലെ വിരുദിനായി നമ്മളെ വിളിക്കപ്പെട്ടവരാ. ഈ ലോക മനുഷ്യരോട് അനുരൂപരാകുവാനല്ല കർത്താവ് നമ്മളെ പ്രിയമുള്ളവരെ സ്നേഹത്തോടെ പറയട്ടെ വിളിച്ചിരിക്കുന്നത്. കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് സ്വർഗീയരോട് അനുരൂപമാകുവാനാ. അതിനായി ഒരുങ്ങി വന്നിരിക്കുന്നവരുടെ മേല ദൈവത്തിന്റെ അഭിഷേകം ഇറങ്ങി വരുന്നത്. അവർ അന്യഭാഷയിൽ എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ സ്വർഗീയ ദൂതന്മാരോട് അനുരൂപരായി ചേരുന്നത്. ആമേനില്ലാത്തവരുടെ മേൽ യേശുവിന്റെ നാമത്തിൽ ഇത് വസ്ത്രങ്ങൾ കിട്ടട്ടെ. അവരുടെ വിശ്വാസം ഒന്ന് വർദ്ധിക്കട്ടെ. ലോകവും അതിന്റെ മോഹങ്ങളും ഒഴിഞ്ഞു പോകും. ഒഴിയാത്തതൊന്നുണ്ട് സ്വർഗത്തിൽ. നിത്യമായതൊന്നുണ്ട് സ്വർഗത്തിൽ. യേശു ക്രിസ്തുവിന്റെ ആ ലാക്കിലേക്കൊന്ന് നോക്കുവാൻ കഴിയുമോ? ക്രിസ്തേശുവിന്റെ പൊന്നുമുഖം ഒന്ന് കാണുവാൻ കഴിയുമോ? ലോക മനുഷ്യരായി തീരുമ്പോൾ ലോകത്തിൻ്റെത് ചിന്തിക്കും. ആത്മീയനായി തീരുമ്പോൾ ആത്മീയമായത് ചിന്തിക്കും. ഈ ദിവസങ്ങൾ നമുക്കൊന്ന് ആത്മീയമായി ചിന്തിക്കാം. കാണുന്നതെല്ലാം ആത്മീയമായി ഒന്ന് കാണാൻ ശ്രമിക്കാം. അവിടെ അക്രമങ്ങൾ നടക്കുന്നു. അവിടെ സുവിശേഷകന്മാരെ തകർക്കുന്നു. അവിടെ ഹല്ലേലൂയ ബൈബിളുകൾ കത്തിക്കുന്നു. അവിടെ സഭകളെ ചുട്ടെരിക്കുന്നു. ഇവിടെ നോക്കി പറയാ, നീ വരും എന്റെ ദൈവത്തിന്റെ തന്നെ മുഴങ്കാൽ മടക്കുന്ന ഒരു ദിവസമുണ്ട്. ഓ എന്റെ ചാർച്ചക്കാര്, എന്റെ ദൈവത്തിന് തന്നെ മുഴങ്കാൽ മടക്കുന്ന ദിവസം ആസന്നമായി. എന്റെ ബന്ധു ജനങ്ങൾ എന്റെ കർത്താവിന്റെ തന്നെ മുഴങ്കാൽ മടക്കുന്ന ദിവസം അടുത്തിരിക്കുന്നു എന്ന് ദൈവ തന്നെ ഒന്ന് വിശ്വസിച്ചേൽപ്പിച്ചു കൊടുക്കാം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ ക്രിസ്തു അവൻ നമ്മോടുകൂടി ഇരിക്കുക. നമുക്ക് വായിക്കാം 1 പത്രോസ് 2-ാം അധ്യായത്തിന് 22-ാമത്തെ വാക്യം. അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിട്ടില്ല. പാപം ചെയ്യാത്തവൻ, ഒരു വഞ്ചനയും ചെയ്യാത്തവൻ, നമ്മളെ സ്നേഹിക്കുക മാത്രം ചെയ്തു. ആ കർത്താവ് ഇന്നും നമ്മളെ സ്നേഹിക്കുക. ആ കർത്താവ് ഇന്നും ഈ നിമിഷവും നമ്മളെ സ്നേഹിക്കുകയാണ്.
അതിന്റെ 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. ചാപ്റ്റർ 1 verse 13. ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മലരായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയെ പൂർണ്ണ പ്രത്യാശ വച്ചുകൊള്ളുക. ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വച്ചുകൊള്ളുവീൻ. പൂർണ്ണ പ്രത്യാശ വയ്ക്കുവാൻ, പൂർണ്ണ പ്രത്യാശ വയ്ക്കുവാൻ. ഒന്ന്, നിങ്ങളുടെ മനസ്സുറക്കണം. ഏതാ 2 കൊരിന്ത്യർ 13:5 പറഞ്ഞതുപോലെ നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ. ഉറച്ച വിശ്വാസം, വിശ്വാസത്തിലാണോ ഇരിക്കുന്നത് നമ്മൾ തന്നെ ഒന്ന് ശോധന ചെയ്യുക. ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച നിർമ്മതരായി യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വച്ചുകൊള്ളുകയെ. നമുക്ക് വലിയ കൃപ വരുവാനുണ്ട്. ഉണ്ടോ? നമുക്ക് വലിയ കൃപ വരാനുണ്ടെന്ന് ദൈവവചനം പറയുന്നു. ഞാനല്ല പറയുന്നത്, നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവീൻ. നമുക്ക് കൃപ വരാനുണ്ട്. എനിക്ക് ഇനിയും കൃപ കിട്ടുവാനുണ്ട്. ഓരോരുത്തർക്കും പുതിയ പുതിയ കൃപകൾ ദൈവം തരാനുണ്ട്. ആമേൻ. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്തിട്ട് പറഞ്ഞാട്ട്, സഹോദര സഹോദരി, നിനക്ക് പുതിയ കൃപകൾ ദൈവം തന്നെ അനുഗ്രഹിക്കും. സന്തോഷത്തോടെ 2-3 പേർക്ക് കൈ കൊടുത്തിട്ട് പറഞ്ഞാട്ട്, പുതിയ കൃപകൾ ദൈവം തന്നെ അനുഗ്രഹിക്കും. പുതിയ കൃപകൾ ദൈവം തന്നെ അനുഗ്രഹിക്കും. പുതിയ കൃപകൾ ദൈവം തന്നെ അനുഗ്രഹിക്കും. എല്ലാവർക്കും പുതിയ കൃപകൾ ദൈവം തന്നെ അനുഗ്രഹിക്കും. അങ്ങനെയുള്ളവർ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാട്ടെ.